താമരശ്ശേരി ചുരത്തിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങി. ചുരത്തിന്റെ 6ാം വളവിലാണ് ലോറി കുടുങ്ങിയത്. കണ്ടെയ്നർ ചെരിഞ്ഞതിനെ തുടർന്നാണ് സംഭവം. ലോറി കുടുങ്ങിയതിനെ തുടർന്ന് ചുരത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി റിയാസ് കെ.മാർ ചേരുന്നുണ്ട്. റിയാസ്, കഴിഞ്ഞ ദിവസവും ഇതേ തരത്തിലൊരു ലോറി കുടുങ്ങി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. കാർത്തു, ഈ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം വലിയൊരു തുടർ സംഭവങ്ങളായി മാറുകയാണ്. സൂചിപ്പിച്ചതുപോലെ നേരത്തെയും, അതായത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ലോറി കുടുങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെ കുടുങ്ങിയത് കണ്ടെയ്നർ ലോറിയാണ്. അതായത് 6ാം വളവിൽ വെച്ച് അത് തിരിക്കുന്നതിനിടെ ഈ കണ്ടെയ്നർ ലോറിയുടെ പിറകിലുള്ള കണ്ടെയ്നർ ചെരിഞ്ഞു പോവുകയായിരുന്നു. അതോടുകൂടി വളയ്ക്കാൻ പറ്റാതെ ആ ലോറി അവിടെ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് പുലർച്ചെ തന്നെ ക്രെയിൻ കൊണ്ടുവന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഈ കണ്ടെയ്നർ നേരെയാക്കുകയും ഈ ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ആ ലോറി ഒരു വശത്തേക്ക് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് തുടരുന്നുണ്ട്. ബാക്കി ലോറിയൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നേരത്തെ ഈ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ അനുഭവപ്പെട്ട വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നത് പതിയാണ്. അത് ഒരുപക്ഷെ അരമണിക്കൂറോ 1 മണിക്കൂറോ എടുത്ത് അത് നീക്കാൻ പറ്റുമെന്നുള്ളതാണ് ചുരം സംരക്ഷണ സമിതിയും ഒക്കെ അവിടെയുള്ള അധികൃതരും എല്ലാം വ്യക്തമാക്കുന്നത്. കാർത്തു, ശരി, താമരശ്ശേരി ചുരത്തിലാണ് കണ്ടെയ്നർ ലോറി കുടുങ്ങി. ചുരത്തിന്റെ 6ാം വളവിലാണ് ലോറി കുടുങ്ങിയത്. കണ്ടെയ്നർ ചരിഞ്ഞതിനെ തുടർന്നാണ് സംഭവം ഉണ്ടാകുന്നത്. റിയാസ് കെ.മാർ ആണ് വിവരങ്ങൾ നൽകിയത്.